ഏത് മേഖലയിലാണോ ഇൻട്രസ്റ്റ്, ഏത് മേഖലയിലാണോ പാഷൻ, ആ മേഖല സ്റ്റഡി ചെയ്തിട്ട് ആ മേഖലയിൽ ഈ ടെക്നോളജി എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് ദെൻ യു ട്രൈ. അന്ന് ഒരു ക്ലോസ്ഡ് എക്കോണമി ആയിരുന്നു ഇന്ത്യയിൽ. എന്ത് സ്റ്റാർട്ട് ചെയ്യാനും ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് വേണം, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ആഗ്രഹങ്ങൾ വളരെ കുറവായിരുന്നു. ജസ്റ്റ് നല്ലൊരു കമ്പനി നടത്തുക, അതുകൊണ്ടൊരു ജീവിതം, ഫാമിലി ജീവിതം നടത്തുക, അത്രേ ഉള്ളായിരുന്നു. ഫ്രണ്ട്സ് ആയിരുന്നിട്ടും ഫാമിലിയെ പോലെയാണ് ഞങ്ങളെല്ലാവരും പെരുമാറിയതും എല്ലാം. കേരളത്തിൽ ഈ സ്റ്റാർട്ടപ്പ് വില്ലേജസ്, സ്റ്റാർട്ടപ്പ് മിഷൻ, ഗവൺമെൻറ് സപ്പോർട്ട്, പിന്നെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ GPT-4 ഒക്കെ പുറത്തിറക്കിയത് കണ്ടില്ലേ? അത് വെച്ചിട്ട് നൗ യു ക്യാൻ തിങ്ക് അബൌട്ട് എ സ്റ്റാർട്ടപ്പ്. ഇന്ന് നമുക്കൊപ്പമുള്ളത് ഒരു പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത ഇന്ത്യയിലെ IT മേഖലയിൽ മുൻപേ നടന്ന ഇൻഫോസിസ് എന്ന പറഞ്ഞ കമ്പനിയുടെ സ്ഥാപകാംഗമായ ക്രിസ് ഗോപാലകൃഷ്ണനാണ്. നമസ്കാരം സർ. നമസ്കാരം സാർ. സ്റ്റാർട്ടപ്പ് കൾച്ചർ ഇന്ത്യയിൽ ഇത്രമാത്രം വേരോട്ടമൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് സാറും നാരായണമൂർത്തി അങ്ങനെയുള്ള ഒരുപാട് ഇന്ത്യ കണ്ട ഏറ്റവും മഹാന്മാരായ ഒരു കൂട്ടം യുവ സംരംഭകർ ചേർന്ന് ഇൻഫോസിസ് സ്ഥാപിച്ചത്. അന്നത്തെ ഒരു കാലഘട്ടവും ഇന്നത്തെ ഒരു കാലഘട്ടവും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അന്നൊക്കെ എന്തായിരുന്നു നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന കാര്യങ്ങൾ? അന്ന് ഒരു ക്ലോസ്ഡ് എക്കോണമി ആയിരുന്നു ഇന്ത്യയിൽ. എന്ത് സ്റ്റാർട്ട് ചെയ്യാനും ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് വേണം, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. സോ ഒരു ഡിഫറെൻറ്റ് എൻവയൺമെൻ്റ് ആയിരുന്നു. അതുമല്ല, ഇന്ത്യയിൽ നിന്ന് ഒരു വേൾഡ് ക്ലാസ് കമ്പനി എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു ലാർജ് ഓർഗനൈസേഷനെ മെർജ് ചെയ്യും, വേൾഡ് ക്ലാസ് ഓർഗനൈസേഷനെ മെർജ് ചെയ്യും. ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ആഗ്രഹങ്ങളോ അതായിരുന്നില്ല. അന്ന് ഒരു നല്ലൊരു കമ്പനി നടത്തണം, അതുകൊണ്ട് ഞങ്ങളുടെ ചിലവുകൾ, ഞങ്ങളുടെ ഫാമിലിയുടെ ചിലവുകൾ നടത്തിക്കൊണ്ട് പോകണം, അത്രമാത്രമേ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എ ഗുഡ് കമ്പനി, എ റെസ്പെക്റ്റഡ് ഓർഗനൈസേഷൻ ആൻഡ് വിച്ച് മേക്സ് അസ്, ഗിവ്സ് അസ് എ ലിവിങ്, അത് മാത്രമേ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഒരു 10 വർഷമായി, ഏകദേശം 1981 സ്റ്റാർട്ട് ചെയ്തത്. 93 ഇന്ത്യയിൽ ഞങ്ങൾ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ് നടത്തുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. അതുവരെ വളരെ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു. വൺസ് IPO കഴിഞ്ഞ പിന്നെ എക്സ്പെക്റ്റേഷൻസ് കൂടും. വെച്ചാൽ പബ്ലിക് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു, എക്സ്പെക്റ്റേഷൻസ് കൂടും. ആൻഡ് luckily for us, everything fell in place and we were able to meet or exceed the expectations of the investors. അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻഫോസിസിനെ പറ്റി ഒരു നല്ലൊരു അഭിപ്രായം ഉള്ളത്. സോ അന്നത്തെ ആഗ്രഹങ്ങൾ വളരെ കുറവായിരുന്നു. ജസ്റ്റ് നല്ലൊരു കമ്പനി നടത്തുക, അതുകൊണ്ടൊരു ജീവിതം, ഫാമിലി ജീവിതം നടത്തുക, അത്രേ ഉള്ളായിരുന്നു എക്സ്പെക്റ്റേഷൻസ്. അന്ന് നിങ്ങളുടെ ആരുടെ മുന്നിൽ ഒരു വേൾഡ് ക്ലാസ് ഓർഗനൈസേഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു മാതൃകയാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സിസ്റ്റവും ഒരുപാട് കൾച്ചറും ഒക്കെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? അത് നിങ്ങളൊക്കെ തന്നെ ചിന്തിച്ചുണ്ടാക്കിയതാണോ? എന്തായിരുന്നു അത് ചെയ്തത്? അത് ഒന്നാമത് കൾച്ചർ ഹാസ് ടു കം ഫ്രം ഇൻസൈഡ്. സോ ഞങ്ങളുടെ മിഡിൽ ക്ലാസ് വാല്യൂസും മിഡിൽ ക്ലാസ് ഡിസയേഴ്സും എക്സ്പെക്റ്റേഷൻസും വെച്ചിട്ടുള്ള ഒരു കൾച്ചറാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അതായത് ഹാർഡ് വർക്ക്, മേക്ക് ഷുവർ ദാറ്റ് all the stakeholders are happy, then only are satisfied, then only your satisfaction, your happiness is a result of making sure that all the stakeholders are happy. അത് വെച്ചിട്ടാണ് ഞങ്ങൾ കമ്പനി കൾച്ചർ തന്നെ ക്രിയേറ്റ് ചെയ്തത്. കസ്റ്റമർ ഡിലൈറ്റ്, മേക്ക് ഷുവർ ദാറ്റ് ടേക്ക് കെയർ ഓഫ് യുവർ എംപ്ലോയീസ്, മേക്ക് ഷുവർ ദാറ്റ് ഓൾ യുവർ പാർട്ട്നേഴ്സ് ആർ ടേക്കൻ കെയർ ഓഫ്, then only you will see സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ്. അത് വെച്ചിട്ടാണ് കൾച്ചർ ക്രിയേറ്റ് ചെയ്തത്. ഒരു മിഡിൽ ക്ലാസ് വാല്യൂസ് എന്ന് പറയാം. എന്നെങ്കിലും ആലോചിച്ചിരുന്നോ ഇൻഫോസിസ് ഇങ്ങനൊരു തലത്തിലെത്തുന്ന എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരുന്നു? ഓരോ 5 ഇയേഴ്സിലും ഞങ്ങൾ ഏതൊരു മൈൽ സ്റ്റോൺ എത്തില്ലേ. സോ
2004 we hit $1 billion in revenue. 23 years ആയി. അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി, $1 billion റവന്യൂ ഉള്ള ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തു. Then you set another goal, let's hit $2 billion. So slowly expectations increase, our ambitions increase, our goals become larger, company becomes larger. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. 1981 ഇല്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹമോ അങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നിരിക്കും. ബട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ എത്തുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല, ഇങ്ങനെ ഒരു നിലയിലെത്തുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. നിങ്ങളെല്ലാവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നും വന്നവരായിരുന്നല്ലോ. എങ്ങനെയാണ് ഈ ബോണ്ട് ഇപ്പോഴും അല്ലെങ്കിൽ എത്രയോ കാലം നിലനിന്ന ബോണ്ടാണ്, എങ്ങനെയാണ് ആ ബോണ്ട് വന്നത്? എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു എന്താ പറയുന്ന ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിഷ്യൽ ഇയേഴ്സിൽ പൈസയൊന്നും അധികം ഇല്ലാത്ത കാലത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് താമസിക്കുന്നത്, ട്രാവൽ ചെയ്യുന്നതെല്ലാം ഒന്നിച്ച് ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരേ റൂമിൽ അങ്ങനെയൊക്കെയാണ്. ഫാമിലിയും അതുപോലെ വളരെ അടുത്ത് കൂട്ടായിട്ടിരുന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ആ ബോണ്ട് വന്നത്. സെക്കൻഡ്, we knew if we have to build a world class organization, there are so many tasks to be done. So each one focused on a different task and we did that very well. അപ്പോൾ റെസ്പെക്റ്റും ഉണ്ടായി, പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് ആയിരുന്നിട്ടും ഫാമിലിയെ പോലെയാണ് ഞങ്ങളെല്ലാവരും പെരുമാറിയതും എല്ലാം. എല്ലാവരുടെയും മാരേജ് ചിലരുടെയൊക്കെ കഴിഞ്ഞിരുന്നു, ചിലരുടെ അത് കഴിഞ്ഞിട്ടാണ് മാരേജ്, പക്ഷേ കുട്ടികളുണ്ടാകുന്നതും എല്ലാം ഞങ്ങളെല്ലാം ആ എക്സ്പീരിയൻസസ് എല്ലാം ഒന്നിച്ചായിരുന്നു. അതുകൊണ്ടാണ് ആ ബോണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വന്നു. ഇപ്പോൾ അത്തരം സ്റ്റാർട്ടപ്പുകൾ മാതൃകയാക്കുന്ന അല്ലെങ്കിൽ അവരുടെ മുന്നിലേ ഉള്ളൊരു വഴിവിളക്ക് പോലെ നിൽക്കുന്നത് ഇൻഫോസിസ് ആണ്. എത്രമാത്രം ഇപ്പോൾ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് സംവിധാനം മാറിയിട്ടുണ്ട്? സാഹചര്യങ്ങൾ എത്രമാത്രം മാറിയിട്ടുണ്ട്? സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യ ഇപ്പോൾ ഒരു ഓപ്പൺ എക്കോണമിയാണ്. ഗവൺമെൻറ് സപ്പോർട്ടുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും. എമർജിങ് ടെക്നോളജീസ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ ഓരോ എമർജിങ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ അഫക്റ്റ് ചെയ്യുമ്പോൾ പുതിയ ഇൻഡസ്ട്രീസ്, പുതിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പുതിയ ടെക്നോളജി വെച്ചിട്ട് പുതിയ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇൻവെസ്റ്റർ ഫണ്ട്സ് ഉണ്ട്. ലോട്ട്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആർ ലുക്കിംഗ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ. ഇപ്പോൾ എക്സാമ്പിൾസ് ഉണ്ട്, സക്സസ്ഫുൾ കമ്പനീസിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന് ആരെ ആണ് ഐഡലൈസ് ചെയ്ത് ഫോളോ ദ ഫുഡ് സ്റ്റെപ്സ് എന്ന് പറയില്ലേ, അതിനൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്. സോ മച്ച് ബെറ്റർ എൻവയൺമെൻറ്റ് സിറ്റുവേഷൻ, മെൻറ്ററിങ് ഹെൽപ്പ് ഉണ്ട്. ബിക്കോസ് ദർ ആർ പീപ്പിൾ നൗ ഹു ഹാവ് built large organizations. So mentoring support under. So it's a much better ecosystem today than ever before. ഈ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ സാർ എങ്ങനെയാണ് നോക്കിയിട്ട് നിരീക്ഷിച്ചപ്പോൾ കണ്ട ശ്രദ്ധേയമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആവശ്യമുണ്ടായിരുന്നു. ഒരു 10-15 കൊല്ലം മുമ്പാണെങ്കിൽ ഈ സ്റ്റാർട്ടപ്പിനെ പറ്റി ആരും സംസാരിക്കുകയോ രക്ഷിതാക്കൾ കുട്ടികളെ ആന്ത്രപ്രനർഷിപ്പിലേക്ക് ഒരു എൻകറേജ് ചെയ്യാറില്ല. ഒരു സ്വന്തം ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ദിൽ ഡിസ്കറേജ് യു, ദിൽ സേ ഗോ ആൻഡ് ടേക്ക് എ ജോബ് സംവെയർ. ബട്ട് അതിപ്പോൾ നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഈ സ്റ്റാർട്ടപ്പ് വില്ലേജസ്, സ്റ്റാർട്ടപ്പ് മിഷൻ, ഗവൺമെൻറ് സപ്പോർട്ട്, പിന്നെ എക്സാമ്പിൾസ് ഉണ്ട്. സക്സസ്ഫുൾ ആൻട്രപ്രനേഴ്സ് ബിസിനസ് ക്രിയേറ്റ് ചെയ്ത എക്സാമ്പിൾസ് ഉണ്ട്. IT രംഗത്ത് മാത്രമല്ല, പല മേഖലകളിലും ഇപ്പോൾ സ്റ്റാർട്ടപ്പ്സ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡ്, സക്സസ്ഫുൾ എക്സാമ്പിൾസ് ഉള്ളപ്പോഴാണ്
കൂടുതലും യങ്സ്റ്റേഴ്സ് ഈ സ്റ്റാർട്ടപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ആൻഡ് കേരളത്തിലെ ഒരുപാട് ലീഡർഷിപ്പ് പൊസിഷനിൽ ഇപ്പോൾ ഉണ്ട് പല ഇൻഡസ്ട്രീസിലും. ഇത് ടെക് സ്റ്റാർട്ടപ്സിന് കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ സംരംഭകർ ടെക് സ്റ്റാർട്ടപ്സിനാണോ കൂടുതലോ, അല്ലെങ്കിൽ വേറെ? കേരളത്തിൽ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഹാർഡ്വെയർ ബേസ്ഡ് സ്റ്റാർട്ടപ്സ് കേരളത്തിൽ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. എയ്തർ ഓട്ടോമോട്ടീവ്, റോബോട്ടിക്സ്, ഓട്ടോമോട്ടീവ്, പുതിയ ചിപ്സ്, അങ്ങനത്തെ ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്ത് അങ്ങനത്തെ കുറേ സ്റ്റാർട്ടപ്സ് കേരളത്തിൽ നിന്ന് എമേർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇവിടെ തന്നെ കൊച്ചി തന്നെ മേക്കർ വില്ലേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ യു ക്യാൻ ഗോ ഇൻ ആൻഡ് ട്രൈ ടു ക്രിയേറ്റ് എ പ്രോഡക്റ്റ്. സോ അതുകൊണ്ടായിരിക്കണം മേ ബി ഒരുപാട് ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റാർട്ടപ്സ് കേരളത്തിൽ നിന്ന് എമേർജ് ചെയ്യുന്നുണ്ട്. ഈ കേരളത്തിലെ പുതിയ അവസരങ്ങൾ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് ടെക് ഹാർഡ്വെയറിനല്ലാതെ എന്തെല്ലാം അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും? ഈ ഒന്ന് പ്യുവർ ടെക്നോളജി റിലേറ്റഡ് സ്റ്റാർട്ടപ്സ്, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ. രണ്ടാമത് ഈ ടെക്നോളജി വെച്ചിട്ട് വേറെ സെക്ടറിൽ പുതിയ പ്രോഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അതിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. And in that you can look at consumer based startups or business to business startups. So for example, IBS software, right? They are into logistics, airline industry, things like that. So they are a B2B startup. Adu Trivandrum based ana. Suntech onda, they are into payment gateways and things like that. Now consumer based startups എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ട് ഒക്കെ ടു ഇ-കോമേഴ്സ്, റീറ്റെയിൽ, അങ്ങനത്തെ സ്റ്റാർട്ടപ്സ്. സോ ബോത്ത് ആർ പോസിബിൾ. എൻ്റെ ഒപ്പീനിയനിൽ ഹെൽത്ത് കെയർ, ദെൻ എഡ്യൂക്കേഷൻ, എഡ്ടെക്, ദെൻ റീറ്റെയിലും ഇ-കോമേഴ്സിലും ഉണ്ട്. പിന്നെ ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസ്, അതിലെല്ലാം ഓപ്പർച്യൂണിറ്റീസ്. ബിക്കോസ് എവറി ഇൻഡസ്ട്രി ഈസ് ചേഞ്ചിങ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് വരുന്ന ടെക്നോളജി കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് വരുന്നു എന്നുള്ള ഇമാജിനേഷൻ വെച്ചിട്ട് സ്റ്റാർട്ടപ്പ് ക്രിയേറ്റ് ചെയ്താണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നെ നമ്മൾ GPT-4 ഒക്കെ പുറത്തിറക്കിയത് കണ്ടില്ലേ? അത് വെച്ചിട്ട് സോ ഫോർ എക്സാമ്പിൾ now you can think about a startup which does customer service either in healthcare or in retail or in fintech. So customer service will completely change. Similarly ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ ദാറ്റ് ഔട്ട്പുട്ട് ക്യാൻ കം ഇൻ മലയാളം ഓർ തമിഴ് ഓർ എനി അതർ ലാംഗ്വേജ്. സോ ഓൾ കൈൻഡ്സ് ഓഫ് ന്യൂ എക്സ്പെരിമെൻറ്റ്സ്, ന്യൂ പ്രോഡക്ട്സ് ആർ കമ്മിങ് ഔട്ട് from using these technologies. ഇതിഹാസയിൽ സാർ ഒരു ലേഖനം എഴുതിയത് ഞാൻ കണ്ടിരുന്നു, ChatGPT AI-നെ പറ്റിയിട്ടൊക്കെ. എന്തായിരിക്കും ഈ AI-യും ChatGPT-യും നമ്മുടെ സാധാരണ ജീവിതത്തെയും ബിസിനസ്സുകളെയും എങ്ങനെയായിരിക്കും അത് മാറ്റുക? It will have significant impact on our lives because it's a horizontal technology touching every aspect of our life. ഇപ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ സിറി ഓർ ഗൂഗിളിന് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഗൂഗിൾ ഐ തിങ്ക് ഞാൻ ആപ്പിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഗൂഗിളിൻ്റെ എന്താണെന്ന് ഓർക്കുന്നില്ല. ബട്ട് ഒരു അസിസ്റ്റൻ്റായിട്ട്, ഗൂഗിൾ അസിസ്റ്റൻ്റായിട്ട് ഓർ ഐഫോണിലെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഇറ്റ് ക്യാൻ സ്റ്റേ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഇറ്റ് ക്യാൻ understand your usage of the phone, which applications, etc., and then make your life better, simplify your life. Article ഒക്കെ സമ്മറൈസ് ചെയ്യാൻ ChatGPT യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ കസ്റ്റമർ സർവീസ്, ഇറ്റ് ക്യാൻ ആക്ച്വലി ടോക്ക് ടു യു in your voice if you want, in your voice. So
it'll actually be confusing because it can mimic anybody, right? And it can answer you in any language that you want it to answer. It will understand what you are saying and reply in a very intelligent way, so that you will feel that you're interacting with a human being on the other side. So this is a revolutionary technology. Adondana this impact will be huge in all industries. So carlake anengile you can give voice commands. Again, AI is working in the background. നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ എയർലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് we can talk to the computer or talk to the phone. You don't have to type and things like that. So user interface change ചെയ്യാം. It can do many things now. അപ്പോൾ ഇനി AI രംഗത്ത് ഒരുപാട് സാധ്യതകൾ അല്ലേ, ഒരുപാട് ബിസിനസ് സ്റ്റാർട്ടപ്പിനാണെങ്കിലും ബിസിനസ് സാധ്യതകളാണെങ്കിലും ജീവിതത്തെയും മാറ്റിമറിക്കും. എല്ലാ ഇൻഡസ്ട്രീസും ചേഞ്ച് ചെയ്യും. എവറി ഇൻഡസ്ട്രി വിൽ ചേഞ്ച്. മലയാളി സംരംഭകരെ ഈ കേരളത്തിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും വളർന്നു വരണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടിനൊക്കെ ഇനി സാധ്യതയുണ്ടോ? എങ്ങനെയായിരിക്കണം മലയാളി സംരംഭകർ ചിന്തിക്കേണ്ടത്? ഇപ്പോൾ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. കോവിഡ് ടൈമിൽ വി വർ ഓൾ വർക്കിംഗ് ഫ്രം different places and our businesses were somewhere else and we could work remotely. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ we can be here in Kerala and conduct business with anybody anywhere in the world. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് you can start a business, you can run a business, you can scale a business. But the problem is നമ്മൾ അതും നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ suddenly you will feel I want to be in Bangalore or I want to be in Chennai. Employees what happens is they feel if they come to Bangalore, opportunities are many. If they stay in Kerala, opportunities are limited. So they want to come to Bangalore. Businesses want to come to Bangalore because they want to enjoy the cosmopolitan culture, etc. ഒരു self-fulfilling prophecy ആണ് ഇങ്ങനെ, virtuous cycle, right? So അതുകൊണ്ടാണ് കമ്പനീസൊക്കെ ബാംഗ്ലൂരിലോ ഗുർഗാവിലോ ഒക്കെ മൂവ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ്സ് പാർട്ട് ഓഫ് ഹൗ businesses scale up. Sometimes they go outside India. Even from Bangalore, they'll go to Singapore or Dubai or US. So that's part of the growth story. But having said that, നമ്മുടെ startups എപ്പോഴും originally started in Kerala, right? The beginnings are in Kerala. Our roots എപ്പോഴും കേരളത്തിൽ കാണും. ഞാൻ തന്നെ ബാംഗ്ലൂരിൽ പോയിട്ട് ഏകദേശം 40 കൊല്ലമായി. But still, I'm very closely connected with Kerala and I identify myself as a Keralite, right? So that's how it is. സാറിൻ്റെ ബ്രെയിൻ സയൻസ് അല്ലെങ്കിൽ ഏജിങ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അതിനകത്തൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് സാറ് നിക്ഷേപം നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളിലോട്ട് കൂടുതൽ ശ്രദ്ധ പതിഞ്ഞ? എന്തുകൊണ്ടാണ്? See, all developments in computer science happen because of us wondering how the brain works. ഇപ്പോൾ തന്നെ AIMLൻ്റെ ന്യൂ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് ബേസ്ഡ് ആണ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് ഈസ് ഹൗ വി തിങ്ക് ദ ബ്രെയിൻ വർക്ക്സ്. സോ understanding the brain will allow you to create new models of computing. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് when I step down from Infosys, I'll support research in that. But then I also felt that I must have a social impact angle to this. And that's why I said, let's look at how the brain loses its ability when we age. It starts forgetting things, and if there is disease that impacts the brain like Alzheimer's or Parkinson's or dementia, what happens? Can we slow it down? Can we maybe cure these diseases? So I said I'll support research in aging and aging related neurodegeneration of the brain. അതുകൊണ്ട് അത് റിസർച്ച് സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചത്. But the bigger thought here is we must do well in startups and we must do well in innovation and research. So if India has to transform itself to a developed economy, we must have a very strong research ecosystem which creates our own IP.
So you were saying, no, technology, നമ്മുടെ ടെക്നോളജി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇന്ത്യയിലെ ഒരു ചാറ്റ് ജി പി ടിയോ ഒരു GPT-4 ഒരു GPU AI ചിപ്പ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. That's very important to transition to a world class economy in the country. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പറയുന്നത് പോലെ തന്നെ ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിഹാസ അതൊരു വലിയൊരു മെഗാ പ്രോജക്റ്റാണ്. അതിലൂടെ നമുക്ക് കടന്നുപോയി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ് സാർ ആ ഒരു ഇതിഹാസ എന്ന് പറയുന്ന ഡിജിറ്റൽ അതിനകത്തേക്ക് വരാൻ കാരണം എന്തുകൊണ്ടാണ്? See, I'm very proud of this industry, IT industry, because for the first time there's a movement that created a world class industry in India. Out of the top 10 world class companies, 5 are Indian. Right? So it's just not one company, many companies were created. So I felt that we must document their stories in their own words, in their own way of expressing how they came to do this, etc. So we decided to interview all the leaders who built this industry, and they're all good friends, and luckily for me everybody agreed, and the urgency was all of us are getting old, so before people move on, pass on, we wanted to document that history. So got interviews with FC Kohli, Ramadurai, Narayan Murthy, Nandan, Asim Premji, everybody, including some of the teachers, Mahabala is no more, FC Kohli is no more, but we have interviewed them, and their stories are captured through videos, and so I feel lucky to have done that. After doing all this, then some people said, why don't you put this into a book also? So we have released a book called Against All Odds, the IT story of India. ഈ സാറേ ആക്സിലർ എന്ന് പറഞ്ഞ വെഞ്ചർ ക്യാപിറ്റൽ അതിനകത്തേക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു എൻ്റെ പിന്നിലൊരു ചിന്ത? ഞങ്ങളുടെ എക്സ്പീരിയൻസും നോളജും ഞങ്ങളുടെ ഐഡിയാസും നെക്സ്റ്റ് ജനറേഷൻ ഓഫ് കമ്പനീസിന് വി വാണ്ടഡ് ടു ഷെയർ ആൻഡ് പാസ് ഓൺ. വി വാണ്ടഡ് ടു ഹെൽപ്പ് ന്യൂ കമ്പനീസ് ടു എമേർജ്. അതുകൊണ്ടാണ് ആക്സിലോർ സ്റ്റാർട്ട് ചെയ്തത്. ത്രൂ ആക്സിലോർ വി വിൽ ഫണ്ട് early stage, very early stage startups, as well as mentor them and support them to become world class companies. Today Axelor supports about 40 startups, so it's an ongoing process. It's a fund also, and most of them are actually doing reasonably well. They will go on to get Series A, Series B funding. Our effort is to make sure that they get to the next stage, and then they are on their own. It's very satisfying to actually help these companies. കേരളത്തിലെ ഏതെങ്കിലും സ്റ്റാർട്ടപ്പിൽ എക്സലർ നിക്ഷേപം നടത്തി? കേരളത്തിലെ ഫൗണ്ടേഴ്സ് ഉണ്ട്. I think most of these startups are based in Bangalore, because Axelor is based in Bangalore. Mentor Yana, you need to be face to face typically. So most of the startups are based in Bangalore. ഈ സ്റ്റാർട്ടപ്പ് സംരംഭകരെ എന്തിലായിരിക്കണം ശ്രദ്ധയുന്നത്? പലരും ഇപ്പോൾ വാല്യുവേഷനിൽ ശ്രദ്ധിക്കണം കാണാറുണ്ട്. ഇപ്പോൾ ഇൻഫോസിസ് ഒക്കെ ഒരു മഹത്തായൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനായിരുന്നു. എന്തിലാണ് ഒരു സ്റ്റാർട്ടപ്പ് സംരംഭകൻ ശ്രദ്ധ കൊടുക്കേണ്ടത്? ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനൊരു കസ്റ്റമർ ഉണ്ടാക്കുക. കസ്റ്റമർ ആ പ്രോഡക്റ്റ്, they should demand that product. They have to see a value in that product, because without customer there's no business. So first and foremost, you have to identify a customer, their needs, and create a product that satisfies their needs. Second, you have to build an institution, because oru long term vision illade ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു എംപ്ലോയി ആഡ് ചെയ്യുകയാണെങ്കിൽ ആ എംപ്ലോയിക്ക് they should feel that I can actually earn a living in this organization, I can build a career in this organization. So you have to clearly give them a pathway to build their career. That means you have to create an institution. Third,
you have to make money in doing all these things. You have to be profitable, because then only you can, you can actually put that money back into the business to grow the business, because the business has to grow. So wealth creation is a result of doing all these things. You cannot create a business saying, I'll create a business to make money. You create a business to satisfy a customer, create a career for your employees, make sure that investors get returns. It's a profitable business, it serves society, and doing all this, you create valuation and you create wealth. So that's how you need to think about that sequence. ഈ സ്റ്റാർട്ടപ്പ് രംഗത്തൊക്കെ ഒരുപാട് ഫണ്ടിൻ്റെ ഒരു പ്രവാഹം റീസെൻ്റായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് മേഖലയുടെ ഭാവി എന്താവും? പല സ്റ്റാർട്ടപ്പുകളും വൻതോതിൽ ജീവനക്കാരെ വെട്ടിക്കുറക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ ചുരുക്കുന്നു എന്ന് വെച്ചാൽ ഒരു വലിയൊരു കുമിള പോലെ വന്ന് ഇപ്പം ഇങ്ങനെ ആകെ ഇതാവുകയാണ്. എന്താണ് These are cycles in the economy. When the global economy has slowed down, right? When it slows down, it affects certain businesses, and the startups are also affected. Funding will come down during those periods, and then it will also go back after some time. These are cycles in the economy. Now, most important thing is, have you built the company with resilience? Have you built the company to last a long period of time? You can't be just a short term phenomenon. You have to think long term. You have to build resilience. You have to be able to make sure that you can survive. If you build a company like that, then it's possible to think long term. If you think short term and if you don't take care of your survival, you will get affected. So these are cycles, and even funding, it'll increase and decrease, depending on how the global economy is, etc. Over and above this, we have also found that there have been some misdeeds or some illegal activities in the startup side, but that's part of all businesses. Even in large businesses, you have heard of non-performing assets and banks losing money because people have not returned their money and things like that, right? So these are, part of all businesses, not just in startups. I believe that when you are young, you are idealistic, you want to build something good, but it takes a lot of effort, and you have to understand that there are cycles, and you have to manage these cycles. You have to build resilience in how you build the business. So ഒരു കാര്യം കൂടെ ചോദിച്ചു, employment. See, when an investor invests money in a startup, he knows that sometimes, or she knows that sometimes I will lose that money. Similarly, if you are an employee of a startup, you have to keep in mind, if the startup fails, you will lose your job, right? We expect only 1 or 2 out of 10 startups to succeed. That means 8 or 9 are going to fail. The employees of those companies may lose their job. So when you take a job in a startup, please remember that it's possible that you will lose your job. If you want a safe job, look at a large company or a government job. അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു സ്റ്റാർട്ടപ്പിനൊപ്പം യാത്ര തുടങ്ങാനല്ലേ? തീർച്ചയായിട്ടും അത് മനസ്സിൽ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. താങ്കളുടെ വിജയത്തിന് പിന്നിലെ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടായിരിക്കാം ഒന്ന് ഇങ്ങനൊരു നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കാരണം എന്തായിരിക്കും? See, first of all, I was in the right place at the right time. Because ഞാൻ കമ്പ്യൂട്ടർ സയൻസ് 1977 ആ ഫീൽഡിൽ കയറി, ആൻഡ് ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് കമ്പ്യൂട്ടറൈസേഷൻ. ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദ ഇൻഡസ്ട്രി. Apple was formed around that same time. Microsoft introduced MS-DOS. IBM introduced IBM PC. So there was a huge growth in the IT industry, and I was at the right place at the right time. I happened to choose computer science as my profession. Second, I happened to meet the co-founders of Infosys.
it's very, very important that you have the right people around you, because it's very difficult to do something on your own. You need support of people around you, and I'm very lucky. Third, clearly family support is important. Having said this, lot of hard work. Mistakes were made, but luckily for us, those mistakes were small, not big mistakes, and we were able to correct very quickly. India opened up as a economy. Again, that helped companies like Infosys to grow very fast. So many things happened at the right time for us to grow. So in that sense, I would say luck also has an important role to play, and hard work. താങ്കൾ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഏത് മേഖലയിലായിരിക്കും? You can choose any industry actually, because I said banking and financial services or healthcare or transportation, automotive, എല്ലാ മേഖലകളിലും ഇപ്പോൾ പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യു ഹാവ് ടു ലെവറേജ് എമർജിംഗ് ടെക്നോളജി. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഡിസ്റപ്റ്റിംഗ് ദാറ്റ് ബിസിനസ്. സ്റ്റേറ്റസ് കോ ഡിസ്റപ്റ്റ് ചെയ്യണം. അതുകൊണ്ട് മാത്രമേ ഒരു ന്യൂ ലീഡർഷിപ്പ് എമർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഏത് മേഖലയിലാണോ ഇൻട്രസ്റ്റ്, ഏത് മേഖലയിലാണോ പാഷൻ, ആ മേഖല സ്റ്റഡി ചെയ്തിട്ട് ആ മേഖലയിൽ ഈ ടെക്നോളജി എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് then you try and you have to work hard for making it happen. സ്റ്റാർട്ടപ്പ് സംരംഭകരോട് അല്ലെങ്കിൽ സംരംഭകരോട് പറയാനുള്ള ഉപദേശം എന്താണ്? See, India is yet to develop. India has to develop to a global economy, 35 trillion or 40 trillion dollar economy ആകാൻ ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോഴാണ്. It requires all of us to work together, but it also requires all of us to think about nation building first. Then only you have to think about your company, and last only you have to think about yourself. Don't think about yourself. First think about transforming an industry, transforming the country. A bigger purpose വേണം. അത് വെച്ചിട്ട് വേണം നമ്മൾ we have to work towards achieving those goals, and then I'm quite sure you will succeed. I'm quite sure you will become rich. നമസ്കാരം സർ. ഇത്രയും നേരം നമുക്ക് ഇത്രയും സമയം നമ്മളോടൊത്ത് ചെലവിട്ടതിനും നമ്മളോട് സംസാരിച്ചതിനും നന്ദി സർ. Thank you for having me.